ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മൾ വീണ്ടും തമിഴ്നാട്ടിലേക്കൊരു യാത്രയാണ്. എൻ്റെ യാത്രകളെല്ലാം ബ്രേക്ക് ജേർണീസാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 4-5 ദിവസം നിന്നല്ല ചെയ്യുന്നത്, 2 days or 3 days. അപ്പം എന്തായാലും നാഗർകോവിൽ സെക്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ അടുത്താണ്, കന്യാകുമാരി നാഗർകോവിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയി, വീട്ടിൽ പോയി. അപ്പോൾ വീണ്ടും ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മളിങ്ങനെ കുമാരകോവിൽ പരിസരം എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയി. ഇതിപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. ഇത് നോക്കി എൻ്റെ ബാക്കിലേക്കൊക്കെ സോ ബ്യൂട്ടിഫുൾ മലനിരകളും തമിഴ്നാടിൻ്റെ ഭംഗി, ഗ്രാമക്കാഴ്ചകളും ഭയങ്കര. ഇതിപ്പോൾ ഹൈവേയുടെ സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന ഭാഗങ്ങളാണ്. നാഗർകോവിലേക്കുള്ള യാത്രയാണ്. ഈ റൂട്ട് വഴിയാണ് പോകുന്നത്. നമ്മൾ തിരുനെൽവേലിക്ക് അടുത്തുള്ള അംബാസമുദ്രം എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അതും ഒരുപാട് ഗ്രാമക്കാഴ്ചകൾ കാണാം. ഓൺ ദ വേ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൊരു ചെറിയ ക്ഷേത്രം, അവിടെ നിന്ന് ചെറിയ ശബ്ദമൊക്കെ അവിടെ നിന്ന് വരുന്നത്. ഇതൊക്കെ നെൽപ്പാടങ്ങൾ, വാഴത്തോപ്പുകൾ, മലനിരകൾ, സോ ബ്യൂട്ടിഫുൾ അല്ലേ. രാവിലെ സമയമാണ്, ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ ഏകദേശം നാഗർകോവിലൊക്കെ കഴിഞ്ഞിട്ട് തിരുനെൽവേലി ബൈപ്പാസ് ചെയ്ത് നമ്മൾ ടേൺ ചെയ്ത് അംബാസമുദ്രം റൂട്ടിലേക്ക് കയറും. രസകരമായിരിക്കും ഈ യാത്രയും. അപ്പോൾ എന്നോടൊപ്പം വരിക. ഓക്കെ, നമുക്ക് യാത്ര തുടങ്ങാം. നമ്മൾ എൻ റൂട്ടാണ്. അയ്യങ്കാർ കേക്ക് ഷോപ്പ്. ഇത് വളരെ ഫേമസ് ആണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. ശ്രീ രാജലക്ഷ്മി. രാവിലെ തന്നെ ഓപ്പണാണ്. ഇവിടെ പ്രധാനമായിട്ട് ചായ, പലതരം ചായ, കോഫി, സ്വീറ്റ്സ് ഇവിടെ ഭയങ്കര സ്പെഷ്യലാണെന്ന് കയറാം. ഇവിടുത്തെ രസ്മലായി ഭയങ്കര ഫേമസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞു, അത് ഈവനിങ് ആയിരുന്നേ കിട്ടിയത്. പക്ഷേ കോക്കനട്ട് ഹൽവ അല്ലേ, കോക്കനട്ട് ഹൽവ ഇത് 24 hours ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതെനിക്കറിയില്ലായിരുന്നു. 24 മണി. പിന്നെ ഇവിടെ റെസ്റ്റ് റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അതായത് റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്യാം. 24/7 ഫുൾ ടൈം ഉണ്ട്. അതാണ് കോക്കനട്ട് ഹൽവ ചൂടായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കിട്ടും. പിന്നെ വെറൈറ്റി ഓഫ് പേസ്ട്രീസ് കേട്ടോ. നോക്കൂ, എന്ത് ബ്യൂട്ടിഫുൾ കേക്ക്, റെയിൻബോ, ഇഷ്ടംപോലെ പേസ്ട്രീസ് ഉണ്ട്. രാവിലെ ഫ്രഷ് ആയിട്ട് പക്കോടാസ്, ഓണിയൻ, ഓണിയൻ ചിന്ന ഓണിയനാ. ഇത് പാവയ്ക്കാ. പാവയ്ക്ക. ഇതെല്ലാം നല്ല അടിപൊളി പക്കോടാസ് റെഡി. കുറേ ഉണ്ട് കേട്ടോ, കുറേ ബർഫീസ്, വെറൈറ്റീസ്, നല്ല ഭംഗിയുള്ള സ്വീറ്റ്സ് മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബർഫീസ്. ഇതിപ്പോൾ നമ്മൾ നാഗർകോവിലേക്കൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ്. കന്യാകുമാരിയിലേക്കൊക്കെ പോകുന്നെങ്കിൽ അതെല്ലാം പോകുന്നവർക്ക് ഓൺ ദ വേ എന്തെങ്കിലും ചായയൊക്കെ കഴിക്കാം, പിന്നെ പക്കോറാസ് കഴിക്കാം. നല്ല സ്വീറ്റാണിത്. ഇവിടുത്തെ രസ്മലായി ഈസ് വെരി ഫേമസ്. ഒണിയൻ പക്കോറ പാക്കറ്റിൽ ഗ്രാമാണോ? സാമ്പിളാണ് നോക്കാം. സാമ്പിൾ കഴിച്ചിട്ട് വേണമെങ്കിൽ മേടിച്ച് വയ്ക്കാം, കാറിൽ ഇരുന്ന് കഴിക്കാമല്ലോ. ദാറ്റ്സ് ആൻ ഐഡിയ. സാമ്പിൾ ഒന്ന് നോക്കൂ. ഇപ്പോൾ പാത്രം നിറച്ചുണ്ട്. ഇത് പാവയ്ക്ക, അടിപൊളി കേട്ടോ. ഞാൻ ഒണിയൻ പക്കോടയൊക്കെ സൂപ്പർ, വെരി വെരി നൈസ്. ആൾക്കാർ വന്നിട്ട് ചായ ഇതുപോലെ സ്നാക്സ് പക്കോട എല്ലാം കഴിച്ചിട്ട് പോകും. ഹോട്ട് ഹൽവ. അയ്യോ നല്ല ചൂടൊക്കെ. ഇതാണ് ഇവരുടെ കോക്കനട്ട് ഹൽവ. ഇറ്റ്സ് വെരി ഹോട്ട്. പിന്നെ ഇത് എന്നാ പൊട്ടറ്റോയാ? പൊട്ടറ്റോ ചിപ്സ്. ഓക്കെ, ഇത് ഇപ്പോൾ ചൂടായിട്ട് വറുത്തിട്ട് കൊണ്ടുവന്നിരിക്കണു പൊട്ടറ്റോ ചിപ്സ്. ഷാപ്പിട് എടുത്ത് കഴിച്ച് നോക്കൂ. അപ്പോൾ ഇതെല്ലാം കൊഞ്ചം എടുക്കുമോ? പാക്ക് ചാപ്പിടാം.
ഇതൊക്കെ എങ്ങനെ ഗ്രാമാണോ? 250 grams 70 rupees. 250. ഇത് ഇത് എല്ലാം 250 എടുക്കാം. സാപ്പിട് ഇതൊന്ന് കുറച്ച് ഇതും എടുത്തോളൂ. ഓക്കെ, അത് വേണ്ട. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല. റാഗി പക്കോട. ഓക്കെ, റാഗി പക്കോടയാണ്. ഓണിയൻ റാഗി പക്കോട. യെസ്. ഇത് ഓൾറെഡി സാമ്പിൾ ഇവിടെ ഇരിക്കുന്നു. ഇത് നമ്മൾ എക്സ്ട്രാ മേടിച്ചു. റാഗി പക്കോട നോക്കട്ടെ. റാഗി ഒണിയൻ. അപാര ടേസ്റ്റ്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഇവിടെ കയറാൻ മറക്കണ്ട കേട്ടോ. ശ്രീ രാജലക്ഷ്മി അയ്യങ്കാർ കേക്ക് ഷോപ്പ് എന്നാണ് പേര്. ഓൾറെഡി പോലെ. അതെ അതെ. ചൂട് കോക്കനട്ട് ഹൽവ. അയ്യോ, ചൂട്. നൈസ്, വെരി നൈസ്. ഇവിടുത്തെ പിന്നെ ഇത് വളരെ ഫേമസ് അല്ലേ, എന്താണ് രസ്മലായി ഒക്കെ. അത് പക്ഷേ ഈ സമയത്തില്ല പറഞ്ഞു. കിട്ടിയോ? രസ്മലായി കിട്ടി കേട്ടോ. ഇല്ലയെന്ന് വിചാരിച്ച. അയ്യോ ഭാഗ്യം. അയ്യോ, രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ പക്കോറാസൊക്കെ. ഇത് ഈ റാഗി പക്കോറ ആണെങ്കിലും ഓണിയൻ ആണെങ്കിലും. റാഗി ഒണിയൻ പക്കോറ, നോർമൽ ഒണിയൻ പക്കോറ. രാവിലെ ചിന്ന സ്നാക്സ് എല്ലാം കഴിച്ച് സൂചിച്ചിരിക്കുക ഞാൻ. ഉരുളക്കിഴങ്ങല്ലേ പൊട്ടറ്റോ ഒക്കെ എന്ത് ഭംഗിയായിട്ട്, സോ ക്രിസ്പി. ഇത് തക്കല കളിയിക്കവിള. ഇവിടെ ഈ സ്ഥലം എക്സാക്റ്റ് സ്ഥലം കുമാരകോവിൽ. ഓക്കെ, കുമാരകോവിലിനടുത്ത് തന്നെ. ഇത് ഫെബ്രുവരിയിൽ ഓപ്പണായി. പക്ഷേ ഇവർക്ക് എല്ലായിടത്തും ഉണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. പിന്നെ തക്കലി ഓപ്പൺ ആവുമെന്ന് പറയണു. കളിയിക്കാവിളയിൽ ഓൾറെഡി ഉണ്ട്. ആഹാ, ചായ ഞാൻ കുടിക്കില്ല, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യുന്നില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ചായ കുടിക്കും. ഇവരുടെ ബ്ലാക്ക് ടീ വിത്ത് പുതിന ലീവ്സ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെ പല വെറൈറ്റിയും അവർ കൊടുക്കുന്നുണ്ട്. ലൈറ്റ്, പിന്നെ എന്താ കടുപ്പം കൂടിയത്, കുറഞ്ഞത്, മിൽക്ക് വിത്തൗട്ട്. പിന്നെ ഇതിലെല്ലാം ഇങ്ങനെ കുറച്ച് ടീ മാസ്റ്റർ വളരെ സ്പെഷ്യലാണ് ഇവിടെ. വട മാസ്റ്റർ ഉണ്ട്. വട ഉണ്ടാക്കുന്ന ആൾ, ടീ ഉണ്ടാക്കുന്ന ആൾ. ഇത് ഏതാണ്ട് കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സാധനം കൂടി മേടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഇതെല്ലാം പാക്ക് ചെയ്ത് നോക്ക്. ഇളനീർ പായസം എന്ന് പറഞ്ഞിട്ട് ഇവർ നല്ല തണുപ്പിച്ചിട്ട് ഇളനീർ കൊണ്ടുള്ളൊരു പായസം കൊടുക്കുന്നുണ്ട്. പായസം എന്നാണ് അവർ പറയുന്നത്. ഇത് കേക്ക് പോലെ നമുക്ക് തോന്നും, പക്ഷേ ഇവർ പറയുന്നത് പുഡിംഗ് ആണെന്ന്. നല്ലതാണല്ലേ, കഴിച്ചു നോക്കണോ? ആ, നല്ല കരിക്ക് ടേസ്റ്റ്. വെരി നൈസ്. പിന്നെ ഇത് പുഡിംഗ് എന്നാണ് പറയുന്നത്. ഇത് ബ്രൗണി, ഇവരുടെ ബ്രൗണി, ഇത് ഇവരുടെ കോക്കനട്ട് പുഡിംഗ് എന്ന് വെച്ചാൽ എനിക്ക് കണ്ടിട്ട് കേക്ക് പോലെ തോന്നും. പക്ഷെ അതല്ല, ഇവരത് ടെക്സ്ചർ ഇസ് ഡിഫറെൻ്റ് ആയിട്ട്. കുറച്ച് സോഫ്റ്റ് ടെക്സ്ചറാണ്. ഒരു പുഡിംഗ് സ്റ്റൈലാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വാങ്ങുന്നു. അപ്പോൾ നമ്മൾ അംബാസമുദ്രത്തിലേക്ക് പോകുന്ന റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ അംബാസമുദ്രം. ഇവരുടെ റോസ് ലഡു, റോസാപ്പൂ ലഡു. വെരി ഫ്ലേവർഫുൾ, അടിപൊളി, ഗംഭീരം, അടിപൊളി അടിപൊളി. നല്ല റോസാപ്പൂ തന്നെ കേട്ടോ. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കേണ്ട സാധനങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റീസ്.
and tasty also. Thank you. അങ്ങനെ കല്ലടക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്തെത്തി നിൽക്കുകയാണ്. ഇതൊരു ട്വിൻ ടൗൺ ഓഫ് തിരുനെൽവേലിയാണ്, കല്ലടക്കുറിച്ചിയും അംബാസമുദ്രവും അങ്ങനെ. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് സിനിമാക്കാരുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ, പല സ്ഥലങ്ങൾ, അഗ്രഹാരങ്ങൾ, നെൽപ്പാടങ്ങളൊക്കെ, ഒരുപാട് മൂവീസിൽ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് അവർക്കാകുമ്പോൾ കുറച്ചുകൂടി സ്ഥലങ്ങൾ നമ്മളെ കറക്റ്റ് കൊണ്ട് എത്തിക്കാൻ പറ്റും. അതിന് വേണ്ടി ഒരു ഓട്ടോ റെഡിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആദിവരാഹ ടെമ്പിൾ സ്ട്രീറ്റാണ് കേട്ടോ ഇത്. നേരെ കാണുന്ന ആദിവരാഹ ടെമ്പിൾ. നല്ലൊരു സുന്ദരമായൊരു അഗ്രഹാരം. ഇത് നോക്കിയാൽ വളരെ പഴക്കം ചെന്ന തടിയിലൊക്കെ കുത്തിയ ഓക്കെ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ അല്ല, ഇത് വീടുകളാണ്. അതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രസമുണ്ട്. നേരെ കാണുന്ന ടെമ്പിള് ആദിവരാഹ ടെമ്പിൾ, പിന്നെ ഈ കളർഫുള്ളായിട്ടുള്ള സ്ട്രീറ്റ്, ഇതൊക്കെയാണ് സിനിമ ലൊക്കേഷൻസാണ് കേട്ടോ. ഇതെല്ലാം സുന്ദരപാണ്ഡിപുരത്ത് പോകുമ്പോൾ ഇങ്ങനെയല്ല നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരുപാട് തമിഴ്നാട്ടിലെ സ്ട്രീറ്റുകളുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ മുഴുവൻ അപ്പളം മേക്കിങ്ങിൻ്റെയൊക്കെ സ്ഥലമാണ്. പലതരം അപ്പളം മേക്കിങ്. ഇവിടെ കംപ്ലീറ്റ് ഒരു ഇൻഡസ്ട്രി ആട്ടോ. ഇത് കംപ്ലീറ്റ് അപ്പളം അങ്ങനത്തെ കാര്യങ്ങൾ, വറുവൽ ഐറ്റംസിൻ്റെ, വറുവൽ മീൻസ് ഈ കൊണ്ടാട്ടം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പളം ആൻഡ് സ്നാക്സ്, അതിൻ്റെ എല്ലാം ഓരോ ഈ അഗ്രഹാരത്തിൽ ഓരോ വീടിനകത്തും അതൊക്കെ തന്നെയാണ് കൂടുതൽ. ഇത് ഒരെണ്ണം ശ്രീ ആഞ്ജനേയ ഹോം ഇൻഡസ്ട്രീസ്, ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് നോക്കിയേ, എന്ത് രസമുണ്ടല്ലേ. ഇത് ആരുടെയൊക്കെ വീടാണ്. രസമുണ്ട്. ഇൻട്രസ്റ്റിംഗ്. അതായത് ജെൻറ്റിൽമാൻ മൂവിയില്ലേ, ജെൻറ്റിൽമാൻ, അത് ഈ ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പളം മേക്കിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ടിപ്പിക്കൽ തമിഴ് ഗ്രാമം, ആഗ്രഹാരം. വാതിലൊക്കെ നോക്കിയാൽ കൊത്തുപണികളൊക്കെയുള്ള തടിയിൽ അതിമനോഹരമായിരിക്കുന്നു. ചെറിയ പില്ലേഴ്സ്, എത്ര വർഷങ്ങളുടെ പഴക്കമായിരിക്കുമല്ലോ ഇതെല്ലാം. ഇവരെല്ലാം ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുമായിരിക്കും. ഇതുപോലെ എല്ലാ വീടുകളിലും ഇതുപോലെ തിട്ടയുണ്ട്. കണ്ടില്ല, ഈ വീടുകളെല്ലാം തന്നെ രസമല്ലേ, ചെറിയ റൂഫൊക്കെ ആയിട്ട്. ഓൾ ദി ബ്യൂട്ടിഫുൾ ഹൗസസ്. ആഹാ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും ഒരു കടയാണ്, അപ്പളം. ഇത് സീതാരാമൻ അപ്പളം. ഇത് 3-4 എണ്ണം കണ്ടു കഴിഞ്ഞു ഓൾറെഡി. ആദിവരാഹമൂർത്തി ടെമ്പിൾ. ഇപ്പം നട അടച്ചിരിക്കുന്ന സമയമാണ്. ദ ബ്യൂട്ടി ഓഫ് തമിഴ്നാടെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. സിറ്റി ടൗൺ ഏരിയയിൽ വേറെ ഇതുപോലെയുള്ള ഏരിയാസും ഉണ്ട്. കുറച്ച് ഗ്രാമീണ ഭംഗിയും പിന്നെന്താ പറയുക, ഇതുപോലെയുള്ള അഗ്രഹാരങ്ങളും ഒക്കെ ആയിട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസും രസമാണ്. അപ്പോൾ ഓട്ടോ ഇങ്ങോട്ട് വന്നു, ഇനി അങ്ങോട്ട് കയറിപ്പോവാം. എന്തായാലും അമ്പലത്തിനെ വലം ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. വലിയ ചുറ്റുമതിലൊക്കെ ഉണ്ട് ക്ഷേത്രത്തിന്. അപ്പോൾ ഇന്നിപ്പോൾ പ്രൊഡക്ഷൻ പലയിടത്തും ഇല്ല. കാരണം ഇവരുടെ തന്നെ ഒരു ടെമ്പിളുണ്ട് ഇവിടെ, അയ്യപ്പൻ കോവിൽ. അവിടെ വലിയ വിശേഷമാണ്, ഇന്ന് ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതല്ലാത്ത ദിവസങ്ങളാണെങ്കിലും കാണും. നമുക്ക് പറ്റുമെങ്കിൽ തിരിച്ച് വരുമ്പോഴും എപ്പോഴെങ്കിലും ഞാൻ നോക്കട്ടെ. ഇതെല്ലാം പഴയ ഒരു ഹെറിറ്റേജ് ടൗൺ എന്ന് തന്നെ പറയാം ഈ സ്ഥലം, ഈ അഗ്രഹാരങ്ങളെല്ലാം. ചില വീടുകൾ മാത്രം മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം അവരത് റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ.
ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദേ ആ ശിവൻകോവിൽ കുറച്ചുകൂടി വിസിബിളാണ്. അതേ നോക്കിയേ, ഇത് ഈ ഒരു ചെറിയൊരു ആറ് പോലെ, ഈ ആറിൻ്റെ സൈഡിലായിട്ടാണ് കനാലിൻ്റെ. ഇത് അക്യുഡക്റ്റ് പോലെയാണ് കേട്ടോ, ഇതൊരു കനാല് മാതിരി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. 1, 2, 3, 4 ഗോപുരങ്ങൾ കാണാം. അപ്പോൾ ഇതൊരു ചിദംബരം ക്ഷേത്രം. ഇത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. അത് പഴയ കല്ല് മാത്രമേ, കരിങ്കല്ലിൻ്റെ ഒരു മനോഹരമായ ക്ഷേത്രമായിരുന്നു. ഇപ്പോൾ അതെ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് കുറേ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്കാണിത്. ഈ പാലം കടന്നു പോകണമെങ്കിൽ, ഇത് വീതി കുറഞ്ഞൊരു പാലമാണിത്. ഇതിലൂടെ വാഹനങ്ങളിങ്ങനെ വരിയായി പോകുന്നു. നമ്മുടെ ഓട്ടോയും പോകുന്നു. അപ്പോഴേ ഓക്കെ അവിടെ ഓക്കെ ചിദംബരം ടെമ്പിൾ കണ്ടിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങോട്ട് നോക്കിയേ, ഇവിടെ 2 വലിയ ബസ് വന്ന് കിടക്കുകയാണ്. അത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. ഈ ഒരു പാലം മീൻസ് കാണുന്നുണ്ടല്ലോ, അതാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു കനാല് പോലെ, ഈ കനാല് പോലെ. വാവ്, സോ നൈസ്. ഇവിടെ എന്തോ ഫംഗ്ഷന് ആൾക്കാർ ബസ്സിൽ, ടൂറിസ്റ്റ് ബസ്സിൽ വന്നിരിക്കുകയാണ്. അവരെല്ലാം അവിടെ ബ്ലോക്ക്. താമരഭരണി എന്ന് പറയുന്ന ഒരു നദിയുണ്ടല്ലോ, നമ്മുടെ തിരുനെൽവേലി ഭാഗത്തെല്ലാം പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് താമരഭരണി. അപ്പോൾ താമരഭരണി നദിയിൽ നിന്നുള്ള വെള്ളമാണ് കൃഷി ആവശ്യങ്ങൾക്കായിട്ട്. അവിടെ ഒരു അണക്കെട്ടുണ്ട്, ചെറിയൊരു അണക്കെട്ട്. അവിടെ നിന്നും കനാൽ പോലെ ഇങ്ങനെ ഒരു സൈഡിലൂടെ ഒഴുക്കി വിടുന്നു. അതാണ് സിസ്റ്റർ കനാൽ. താമരഭരണിയിലെ വെള്ളമാണ്. എന്ത് ഭംഗിയായിരിക്കും. അതിൻ്റെ ലൊക്കേഷൻ നോക്കിക്കോളൂ, എന്ത് രസമാണ്. ഇതൊക്കെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയില്ലെങ്കിലേ അതിശയമുള്ളൂ. എന്നിട്ട് ഇതെങ്ങനെ ചുറ്റി നോക്കിയാൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ഒരു പിക്ചർസ് ക്യൂ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലെല്ലാം കൃഷി ഇടങ്ങൾ, നെൽപ്പാടങ്ങൾ, ചെറിയ പച്ചക്കറി തോട്ടങ്ങൾ. ആ പാടത്തിൻ്റെ നടുക്കൂടി 2 കാറ് ഓടും, കുറേ ആൾക്കാർ നടന്നു ഓടും. കാണുന്നുണ്ടോ? രസമല്ലേ? ആക്ച്വലി പറഞ്ഞാൽ ഞാൻ സാരി ഉടുത്തുകൊണ്ട് ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷമായിരുന്നു. നല്ല ഭംഗിയുള്ള ലൊക്കേഷനിൽ. ഞാൻ എന്താ അറിയോ ജീൻസും ടോപ്പും ഇട്ടത്? കാരണം യാത്രയുടെ ഇടയ്ക്ക് കുറച്ച് കുറേ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ഡ്രസ് ചേഞ്ചിങ്ങിനൊരു സാധ്യത കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കഴിയുമ്പോഴത്തേക്കും കാറിനകത്തിരുന്ന് ടോപ്പ് മാത്രം മാറ്റിയാൽ മതിയല്ലോ, അത് കവർ ചെയ്തിട്ട് കാറിൻ്റെ ആകുമല്ല. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് പോകാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ചെയ്യുമ്പോഴും അങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു. പക്ഷേ ഒരു സ്റ്റേജ് നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനായിട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാം. ഇതൊക്കെ അയ്യോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. സോ ബ്യൂട്ടിഫുൾ, സോ സെറൈൻ, അടിപൊളി. അതൊരു നല്ല ഒരു ഗ്രാമാന്തരീക്ഷം. ഓക്കെ, നമ്മുടെ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യണു. നമ്മൾ ഇനി പോകാൻ പോകുന്നതെല്ലാം സിനിമ ലൊക്കേഷനും ഇങ്ങനെ ഇത് കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവാണ്. ഇത് കംപ്ലീറ്റ് ചേമ്പ്, അപ്പുറത്ത് ചേന, ഇതൊക്കെ കൃഷിയുണ്ട്. ഈ വയലിൻ്റെ കുറച്ച് നടുക്കളായിട്ട് ചെയ്തിരിക്കുന്നു. ഓ, എന്ത് രസമുള്ള യാത്ര പാടത്തിൻ്റെ നടുക്കൂടി. സോ നൈസ്, സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു പാലമുണ്ട്, അന്യൻ സിനിമയുടെ ഷൂട്ടിങ്, പാട്ട് സീന്, ജെന്റിൽമാൻ മൂവി, ഓരോ ലൊക്കേഷനാണ് കേട്ടോ. അന്യൻ മൂവിയിൽ ഒരു സ്ഥലമുണ്ട്, അത് കാണിച്ചു തരാം. എന്ത് ഭംഗി എൻ്റെ അമ്മേ. ഇങ്ങനെ ചെറിയ അരുവി പോലെ സ്ട്രീം ഇതിൻ്റെ സൈഡിൽ ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ പാടശേഖരങ്ങളിലേക്കുള്ള വെള്ളം ആ അണക്കെട്ടിൽ, അത് അണക്കെട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കനാൽ, ഫ്രം ദ കനാൽ ചെറിയ കണ്ടില്ലേ അരുവി മാതിരി ചാല് വെട്ടിയിട്ട് നല്ല രസമുണ്ട്. ബ്യൂട്ടിഫുൾ. ഇവിടെ പ്രധാനം ശിവക്ഷേത്രങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ട ശിവക്ഷേത്രം ബ്രാഹ്മിൻസിൻ്റെ മാത്രം ടെമ്പിളാണെന്നാണ് പറഞ്ഞത്. അവിടെ ബ്രാഹ്മിൻസിന് മാത്രമാണ് പ്രവേശനം. അല്ലാണ്ട് ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകണം. ഇവിടുത്തെ മറ്റൊരു മനോഹരമായ വലിയ ക്ഷേത്രം, അത് എല്ലാവർക്കും പറ്റിയൊരു ശിവക്ഷേത്രമാണ്, ശിവഭഗവാൻ. ആ ടെമ്പിളിൻ്റെ അടുത്തുകൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം കോവിൽ എന്നാണ് പറയുന്നത്. ഇത് അവിടെയാണ് കോവിൽ. ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ആ കോവിൽ. തിരിച്ചു വരുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി പോകാം. കാണാം, താമരഭരണി നദി കാണാം. അതിൻ്റെ ഭാഗത്ത് ഒരു കുളിക്കടവും ഒക്കെ ഉണ്ട്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് കോവിലിൻ്റെ. ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടുന്ന് കുളിച്ചിട്ട് അവിടെയാണ് ടെമ്പിൾ കാണുന്നുണ്ടല്ലോ, ശിവക്ഷേത്രം ഫേമസ്. ഇതെല്ലാവരും കുളിയാണ്. കല്ലടക്കുറിച്ചി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി രക്ഷയില്ല. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമായി. പൊല്യൂഷൻ ഒന്നുമില്ലാത്തൊരു ബ്യൂട്ടിഫുൾ ഒരു വില്ലേജ്. ആൾക്കാരെല്ലാം കുളിച്ചിട്ട് കയറുകയാണ്. ഇത് സത്യത്തിൽ നമുക്കൊരു കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ എല്ലാവരും കുളിക്കുന്ന സ്ഥലമാണ്. ചെറിയ മണ്ഡപങ്ങൾ കാണാം ഇതിൻ്റെ ഇടയിൽ തന്നെ, കല്ലിലുള്ള.
ഞാൻ കുളിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലല്ല വന്നത് കേട്ടോ. അയ്യോ എന്ത് രസമുള്ള സ്ഥലം. പക്ഷേ ഇതിപ്പോൾ വെയിലായി. രാവിലെയൊക്കെ വന്നാലേ രസമായിരിക്കും. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഒരു പാലം അതുവഴി പോണു, വാഹനങ്ങൾ പോണ പാലം. ടെമ്പിളിൻ്റെ ഗോപുരം ഇവിടെ നിന്ന് എന്ത് ബ്യൂട്ടിഫുൾ. അപ്പോൾ അവിടെയും പടിക്കെട്ടുണ്ട്. ഇവിടെ നിന്ന് കുളിച്ചിട്ട് നേരെ പടിക്കെട്ട് കയറി അമ്പലത്തിലേക്ക് ദർശനത്തിനും പോവാം. ഇത് താമരഭരണി എന്നുള്ള നദിയുടെ വെള്ളമാണ്. ഇവിടെ വരെ വന്നിട്ട് ഞാൻ വെള്ളത്തിൽ കാല് നനയ്ക്കാതെ പോണത് ശരിയല്ല. യെസ്, ആഹാ നല്ല തണുപ്പ്. യെസ്, ഫ്രഷ് നല്ല ഒഴുക്ക് വെള്ളം. നദിയാണ്. ഇതിങ്ങനെ ശാഖകളായിട്ട് ഈ പാറയുടെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നു. നമ്മൾ പാണിയേരി പോരിലൊക്കെ പോകുമ്പോൾ കാണുന്നല്ലോ. പക്ഷേ അതുപോലുള്ളൊരു ഡേഞ്ചറൊന്നുമില്ല. ഇതിങ്ങനെ വളരെ ശാന്തസുന്ദരമായി, അധികം താഴ്ചയൊന്നുമില്ല, ഇങ്ങനെ ഒഴുക്കുന്ന സ്മോൾ, നമുക്ക് നിന്നുമൊക്കെ ഇങ്ങനെ കുളിക്കാൻ പറ്റുന്ന ഒരു. ഈ ചൂടത്ത് ആ തണുത്ത വെള്ളം തൊട്ടപ്പോഴേ എന്താ രസം. ഇതിങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കണം ഈ ഭാഗം മുഴുവൻ. ഒരുപാട് ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ക്യാമറ അങ്ങനെ കാര്യമായിട്ട് ആ ഭാഗത്തേക്കൊന്നും സൂം ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനൊരു സൈഡിലേക്ക് ഒതുങ്ങിയിരുന്നിങ്ങനെ കാണിക്കുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും, ഒരുപാട് ആൾക്കാർ കുളിക്കുന്നു, നനയ്ക്കുന്നു, അങ്ങനെയെല്ലാം. എന്നിട്ട് നടന്ന് ആ പടിക്കെട്ട് കയറി നേരെ ടെമ്പിൾ വിസിറ്റിന് വേണ്ടിയിട്ട് അങ്ങനെയും പോകാം. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. താഴെ നല്ല മണലാണ് കേട്ടോ, അല്ലാണ്ട് ചെളിയോ അല്ലെങ്കിൽ വഴുക്കലുള്ള പാറക്കൂട്ടങ്ങളോ ഒന്നുമല്ല. നൈസ്. കുറേ നേരം കൂടി ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ ചെയ്യാനില്ലേ. നമ്മൾ ഇൻ ബിറ്റ്വീനാണ്, ട്രാവലിൻ്റെ ഇടയ്ക്കുള്ളൊരു ഏരിയയാണിത്. അങ്ങനെ കല്ലടക്കുറിശി എന്നുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് സീൻസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഗ്രാമം, ഒരു ക്യൂട്ട് ബ്യൂട്ടിഫുൾ ഗ്രാമം. ധാരാളം ടെമ്പിൾസ്, ശിവക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് ടെമ്പിൾ. അത് കഴിഞ്ഞാൽ ഇവരുടെ കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന അപ്പളം പോലെയുള്ള കാര്യങ്ങൾ ആണ് ഇവരുടെ മെയിൻ. പിന്നെ മനോഹരമായ പാടശേഖരങ്ങൾ, വെള്ളത്തിൻ്റെ പ്രസൻസ് ധാരാളമായിട്ടുണ്ട്. താമരഭരണി ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ വളരെ ജോറായി നടക്കുന്നു. ബ്യൂട്ടിഫുൾ അഗ്രഹാരങ്ങൾ. ഇങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ടാണ് സിനിമാക്കാരെല്ലാം ഇവിടെ ഓടി വരുന്നത്. അവർക്ക് ഏറ്റവും ഫേവററ്റ് ഡെസ്റ്റിനേഷൻ. ചെറിയ കൽമണ്ഡപങ്ങൾ പോലെ അവിടെ കാണാം കേട്ടോ. ഈ പാറ കൊണ്ട് ഉണ്ടാക്കിയ കൽമണ്ഡപങ്ങൾ. ഈ വെള്ളത്തിൻ്റെ ഇടയിൽ തന്നെ അതുകൊണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഒന്ന് കയറി ഇരിക്കാനും ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഒക്കെ സൗകര്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോകുന്നു താമരഭരണി. അതിൻ്റെ ഏത് ഭാഗത്തിരുന്ന് വേണമെങ്കിലും കുളിക്കാം, നനയ്ക്കാം. അവിടെ ഒരു കൽമണ്ഡപം, ഇവിടെ ഒരു കൽമണ്ഡപം. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു കൽമണ്ഡപത്തിൻ്റെ മുകളിലാണ് ഈ ഭാഗം. താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ മണ്ഡപവും കാണാം. സാധാരണയായിട്ട് തമിഴ്നാടിൻ്റെ പല പ്രദേശങ്ങളിലും വാട്ടർ സ്കാസിറ്റിയാണ്. വെള്ളത്തിൻ്റെ നമ്മുടെ കേരളം പോലെ അത്രയും സുലഭമല്ല. പക്ഷേ ഉള്ള സ്ഥലങ്ങൾ ശരി. കണ്ടില്ലേ മണ്ഡപങ്ങൾ. ഇതിലേ പടമൊക്കെ പിക്ചറൊക്കെ അതൊക്കെ ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം പഴയ തൂണുകളും പഴയ മണ്ഡപങ്ങളുമാണ്. പില്ലേർഡ് ഹാൾ. അതായത് ഈ ഭാഗത്ത് ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു വലിയ ഒരു സുന്ദർസിയുടെ ഏതോ ഒരു ഷൂട്ടിങ്ങിന് വലിയ മണ്ഡപം പോലെ കെട്ടിയിട്ട് വലിയൊരു ഷൂട്ട് നടന്ന ഏരിയ ആണെന്ന് പറഞ്ഞത്. പിന്നെ ആ കാണുന്ന പുല്ലൊക്കെയുള്ള ആ പ്രദേശം, അത് ജെൻറ്റിൽമാൻ സിനിമയിൽ പൂജ ചെയ്യുന്നൊരു ഭാഗമല്ലേ, അത് അവിടെയാണ്. ആ പുൽമേടിൻ്റെ അവിടെയായിരുന്നു. പിന്നെ ഓരോ സ്ഥലത്തിനും സിനിമ കഥ പറയാനുണ്ട്. ഓരോരോ സ്ഥലത്ത് ആ ഭാഗത്താണ് പൂജ നടന്ന സ്ഥലമായിട്ട് ഈ പുല്ലൊക്കെയുള്ള ഭാഗം. ഒരു സൈഡിൽ വെള്ളവും മണ്ഡപങ്ങളും, മറ്റേ സൈഡിൽ ഇങ്ങനെ പുൽമേടിയും ഒരു പുൽത്തെട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പൂജ ചെയ്യുന്നൊരു സീൻ. പിന്നെ ഇതെല്ലാം മണ്ഡപങ്ങളാണ് കേട്ടോ. ഇതൊക്കെ മണ്ഡപങ്ങളാണ്. നമുക്കിനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോകാം. ദാറ്റ് ഈസ് അത് ഓട്ടോയിൽ ചുറ്റി പോകാം. എന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നുള്ള പടിക്കെട്ടുകൾ, കൽപ്പടവുകൾ, ആ ഭാഗം ഷൂട്ട് ചെയ്യുക. അതും പ്രധാനപ്പെട്ട സിനിമ ലൊക്കേഷനാണ്. 2-3 സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോകാം.
അങ്ങനെ കല്ലടക്കുരിശി എന്നുള്ള ഈ ബ്യൂട്ടിഫുൾ വില്ലേജിനോട് എനിക്ക് വല്ലാത്ത പ്രണയം തോന്നുന്നു, ഇഷ്ടം തോന്നുന്നു. എന്താ പറയുക, ഇഷ്ടം എന്ന് പറഞ്ഞാൽ അയ്യോ രസമാണ് ഇവിടെ. ഗ്രാമക്കാഴ്ചകളും അഗ്രഹാരങ്ങളും കൃഷിയിടങ്ങളും താമരഭരണി നദിയും ഇവിടുത്തെ കനാലും ക്ഷേത്രങ്ങളും, എന്താ പറയുന്നത്, നല്ലവരായ മനുഷ്യർ. ഓക്കെ, അപ്പോൾ ഓട്ടോയിൽ കയറാം. ഇനി നമ്മൾ ഡാം സൈറ്റിലേക്ക് പോവാണ്. സിനിമ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം, ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ഥലമായി. കാര്യം സിനിമാക്കാരെപ്പോഴും സീൻ ബ്യൂട്ടി നോക്കിയിട്ടേ ഷൂട്ട് ചെയ്യും. അപ്പോൾ അവരെ ഏറ്റവും നല്ല സ്ഥലങ്ങൾ കണ്ടു. നമ്മൾ കനാലിൻ്റെ മുകളിലൂടെയുള്ള ആ ഒരു പാലത്തിലൂടെയാണ് സഞ്ചരിക്കാൻ പോണത്. തിരിച്ച് വന്ന വഴിയെ പോയിട്ടാണ് ഡാം സൈറ്റിലേക്ക് പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ബസ്സിൽ ഒരു ബസ്സേ പോയിട്ടുള്ളൂ. ഇപ്പോഴും ഒരു ബസ് ഇവിടെ വെയിറ്റ് ചെയ്യാറ്. ഇത് ബ്രാഹ്മിൻസിൻ്റെ ടെമ്പിളാണ്. അവിടെ വേറെ ആർക്കും പറ്റില്ല. അവരുടെ തന്നെ മണ്ഡപമാണ് നമ്മൾ അവിടെ കണ്ടത്. ഈ ഒരു നാടിലൂടെയൊക്കെ റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ, റെയിൽവേ ലൈൻ പോകുന്നത്. അപ്പോൾ കല്ലടക്കുരിശി എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടശേഖരങ്ങളൊക്കെ ഈ സ്ഥലമാണ്. ട്രെയിനിലിരുന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഇവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമുക്കിവിടെ കാര്യങ്ങൾ നടന്ന് കാണുകയൊക്കെ ചെയ്യാം. ഓ സോ നൈസ്. അവിടെ ഒരു ചെറിയ പാലം, നടക്കാനുള്ള പാലം. ഊർക്ക് പോകാൻ ഊർക്ക് പോകാനായിട്ടുള്ള ചെറിയൊരു പാലം. നടന്നൊക്കെ പോവാം, സൈക്കിളിന് പോവാം. അങ്ങനെ അവിടെയും പടിക്കെട്ടിലെ ആൾക്കാർ ചെന്ന് തോന്നി. കന്നിമുട പാലം. കന്നി ഓക്കെ. അതായത് ഇപ്പോഴത്തേക്കുള്ള ചെറിയ കനാലാണ് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. അതാണ് ഇടയ്ക്കുള്ളത്. യെസ്, സ്മോൾ വൺസ്. ഇത് താഴ്ചയുണ്ടോ, ഡീപ്പാണോ, എത്ര പൊക്കം? ഈ കുഞ്ഞു പാലം കനാല് ചെറുത്, നടക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതൊരു അണക്കെട്ടാണ് കേട്ടോ. താമരഭരണിയിലെ വെള്ളം ഒരു അണക്കെട്ടിലൂടെ ഇങ്ങനെ നിർത്തിയിട്ട് കനാൽ വഴി കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന സ്ഥലം. അപ്പോൾ ഇച്ചിരി ഒന്ന് നടക്കണം. നടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അണക്കെട്ടിൻ്റെ ആ ഭാഗം കാണാം. പ്ലസ് ഇവിടെ ഒരു മുരുകൻ ടെമ്പിളുണ്ട്, അതിൻ്റെ ഏരിയയിലേക്കാണ് പോണേ. അത് നടന്ന് തന്നെ പോകണം. ഓ നല്ല പീസ്ഫുൾ, നിറയെ പുളിമരങ്ങൾ. ഇവിടെ കുക്കിംഗ് എന്തോ ഉണ്ടാക്കി കഴിക്കണമല്ലോ ആൾക്കാർ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. നോക്കിയേ, കംപ്ലീറ്റ് പുളിമരങ്ങൾ, അതിമനോഹരം. ഇതുപോലെ നമുക്ക് വന്നിരുന്ന് കുക്ക് ചെയ്ത് കഴിക്കാമല്ലേ വാസ്തവത്തിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പുളിമരങ്ങളുടെ തണലൊന്നും വേറെ തന്നെ. സോ നൈസ്. വെയിലാണെങ്കിലും ഇവിടെ നടക്കുമ്പോൾ സോ കൂൾ. പിക്നിക്കിന് പറ്റിയ സ്ഥലം തന്നെ കേട്ടോ. വെള്ളത്തിലിറങ്ങിയതാ, ഫാമിലിയായിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച. വാ, ഇതാണ് അണക്കെട്ടിൻ്റെ ഏരിയ. ഇച്ചിരൂടെ മുന്നോട്ട് പോയാൽ അണക്കെട്ടിൻ്റെ ആ ഭാഗം. ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ആ സൈഡിലേക്ക് തിരിഞ്ഞാൽ. സ്റ്റെപ്സ് ഇറങ്ങി നമ്മൾ ഈ കനാലിൻ്റെ സൈഡിലൂടെ നടക്കാൻ പോവാണ്. അവിടെ ഡാമിൻ്റെ അവിടെ, ഡാമെന്ന് പറയാക്കില്ല, ഒരു അണക്കെട്ട് പോലെ. എന്നിട്ട് താമരഭരണി നദിയെയാണ് അവിടെ കെട്ടി നിർത്തിയിട്ട് അതിൽ നിന്നാണ് ഈ ഒരു കനാലിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഷട്ടേഴ്സ് ഉണ്ട് ചെറുതായിട്ട്, അവിടെ ഇങ്ങനെ പൊക്കവും താഴ്ത്തുമൊക്കെ ചേർന്ന് ആ ഒരു ഏരിയ. ഓ ബ്യൂട്ടിഫുൾ പിക്നിക് സ്പോട്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഇതെനിക്ക് തോന്നുന്നു വെള്ളം കൂടുതൽ വരുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്ലോപ്പ് വെച്ചേക്കുന്നതേ
താഴോട്ട് വിടുമെന്ന് അല്ലേ, അങ്ങനെയായിരിക്കും. വെള്ളം ഇങ്ങനെ സ്പില്ല് ചെയ്ത് താഴേക്ക് പോകുന്ന ഒരു ഭാഗം ഉണ്ടാവും. വെള്ളം കൂടുതൽ വരുമ്പോൾ ഇങ്ങനെ ഓവർഫ്ലോ. അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, നല്ലൊരു കാസ്കേഡ് ഓഫ് വാട്ടർ ഇങ്ങനെ പോകുന്നൊരു സ്ഥലമാണ്. അതാണ് മുരുകൻ കോവിൽ. ആ നേരെ കാണുന്നതാണ്. എന്തൊരു ലൊക്കേഷനാണ് ഇത്. കനാലിൻ്റെ സൈഡിൽ ആ റിവർ താമരഭരണിയുടെ നദിയുടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. അതിൻ്റെ സൈഡിൽ മുരുക ഭഗവാന്റെ ഒരു ചെറിയ ക്ഷേത്രം. കല്ലടക്കുറിശി എന്ന് പറയുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ തമിഴ് ഗ്രാമം പറഞ്ഞാലും മതിവരാത്തത്ര സൗന്ദര്യമുള്ളൊരു സ്ഥലം. താമരഭരണി നദി ഇങ്ങനെ അണക്കെട്ടിൽ നിന്നും കനാലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ചുറ്റും മലനിരകൾ. എൻ്റെ ബാക്കിലായിട്ട് നമ്മളിങ്ങനെ നടന്നു പോയാൽ ഒരു മുരുകക്ഷേത്രം, മുരുക കോവിൽ, മുരുക ടെമ്പിൾ. ഈ ഭാഗമൊക്കെ നോക്കിയാൽ നല്ല നീലാകാശമെല്ലാമായിട്ട്. അയ്യോ, സിനിമാക്കാരെങ്ങനെ ഇത് ലൊക്കേഷൻ ആക്കാണ്ടിരിക്കും? രക്ഷയില്ല. സോ നൈസ്. അണക്കെട്ടിൻ്റെ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഷട്ടേഴ്സിൻ്റെ ഒരു ഏരിയ. താമരഭരണി വെള്ളം ഇങ്ങനെ കനാലിലൂടെ വന്ന് ഇങ്ങനെ ചാനലൈസ് ചെയ്ത് ഈ ഷട്ടേഴ്സ് തുറക്കുന്നതിനനുസരിച്ചിട്ടാണ് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളമാണ് നമ്മൾ ആ ക്ഷേത്ര പരിസരത്ത് കണ്ടത്. ഇങ്ങനെ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഈ വെള്ളം ഇങ്ങനെ സഞ്ചരിച്ച് കൃഷിയിടങ്ങളിലേക്കെല്ലാം പോകുന്നതും. ഇവിടെ ഇത്രയും മനോഹരമായ ഈ വെള്ളത്തിലാണ് അവിടെ നമ്മൾ ഇരുന്നില്ലേ, അവിടെ എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ടെമ്പിൾ പരിസരം, പടിക്കെട്ടൊക്കെ ഇറങ്ങി. അയ്യോ, എന്താ രസം. ഓ എൻ്റെ ദൈവമേ, സോ ബ്യൂട്ടിഫുൾ. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇവിടുത്തെ ജലസമൃദ്ധിയാണ്, താമരഭരണിയാണ് ഇവരുടെ ഒരു ഐശ്വര്യം. കാര്യം ഇത്രയും ഈ പ്രദേശത്തിനെ മനോഹരമാക്കുന്നതും ഈ കൃഷി സമ്പന്നത ഇവർക്ക് കൊടുക്കുന്നതും ഈ വെള്ളമാണ്. അതായത് നോക്കി, ഇതൊക്കെ ഷട്ടേഴ്സാട്ടോ, അതിങ്ങനെ പൊക്കി വെച്ചിരിക്കുവാണ്. ഈ ഷട്ടേഴ്സാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് വെള്ളം പോകുന്നത്. ആവശ്യാനുസരണം അവർ ഓപ്പൺ ചെയ്യും. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ശാന്തസുന്ദരമായി ഒഴുകും. പക്ഷേ ആ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫോഴ്സിലല്ലേ താഴേക്ക് വെള്ളം പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോഴ്സിലിങ്ങനെ പോകുമ്പോൾ ഓ മൈ ഗോഡ്, ഒരു വാട്ടർഫാൾ പോലെ ഇങ്ങനെ പോകും. ഇനി നടന്ന് നേരെ പോകണം മുരുകൻ്റെ കോവിലിലേക്കാണ്. കുട്ടികളെല്ലാം വെള്ളത്തിൽ കിടന്ന് ചാടി തിമിർക്കുകയായിരുന്നു. അവരെല്ലാം ഇപ്പോൾ കരയിൽ കയറിയിരിക്കുക. സോ നൈസ്. ചെറിയൊരു മുരുക ടെമ്പിളാണ്, പക്ഷെ എന്തൊരു ബ്യൂട്ടിഫുൾ. ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചുറ്റും നദിയുടെ കരയിൽ താമരഭരണിയുടെ. ഈ പിള്ളേരെല്ലാം വെള്ളത്തിലായിരുന്നു ഇത്ര നേരം. പുറത്തു നിന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നട അടച്ചിരിക്കുകയാണ്. പ്രധാന പ്രതിഷ്ഠ മുരുക ഭഗവാൻ. പുറത്ത് ശിവലിംഗവുമുണ്ട്, ഗണപതി ഭഗവാനുമുണ്ട്. ഓ, ഇവിടെ പടിക്കെട്ടുകളുണ്ട് കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങി നീരാടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിള്ളേരോട് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. നല്ല താഴ്ചയുണ്ട് കേട്ടോ. അവരുടെ ഇവിടുത്തെ ഈ ഊരിലെ കുട്ടികൾ എപ്പോഴും വരാം, ഇനിയും വരാൻ തോന്നുന്നൊരു സ്ഥലം. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വരാത്തവരുണ്ടെങ്കിൽ ഇതൊരു ഡെസ്റ്റിനേഷൻ ആക്കാം കേട്ടോ. ഇപ്പോൾ സുന്ദരപാണ്ഡ്യ ഇവിടുത്തെ ഭയങ്കര തിക്കും തിരക്കുമാണ്. ഇത് അത്ര തിക്കും തിരക്കുമായിട്ടില്ല. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. കല്ലടാംകുറിശി എന്നുള്ള സ്ഥലം തിരുനെൽവേലിയിൽ നിന്നും വളരെ അടുത്ത്. പിന്നെ അതിലും അടുത്താണ്. ഇപ്പോൾ തെങ്കാശി വഴി വരികയാണെങ്കിലും കല്ലടാംകുറിശി, അംബാസമുദ്രം ട്വിൻ ടൗൺസാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് വലിയ ശിവക്ഷേത്രം കണ്ടില്ലേ, ആ ഒരു നദിയുടെ രണ്ട് കരകളിലായിട്ട് ഒരുപാട് പടിക്കെട്ട്. അപ്പുറത്തെ സൈഡിൽ ആ പടിക്കെട്ടും ഗോപുരമൊക്കെ കണ്ട ഭാഗത്താണ് അത് അംബാസമുദ്രമാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന സ്ഥലം കല്ലടാംകുറിശി. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടും പോകും. ഇവിടെ മാർക്കിംഗ് ഉണ്ട്. 3 മീറ്റേഴ്സ് വരെയാണ് ഇതിൻ്റെ ഹൈറ്റ് ഇവിടം വരെ. ഇതിപ്പോൾ ഒരു പകുതി ആയപ്പോൾ തന്നെ വെള്ളം ഷട്ടർ വഴി തുറന്നു കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. തിരുനെൽവേലി ഹൽവയുടെ രുചിയെക്കുറിച്ച് പണ്ട് ഞാൻ തിരുനെൽവേലി പോയി ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ കേട്ട കാര്യമാണ്. താമരഭരണിയിലെ വെള്ളം കൊണ്ടാണ് തിരുനെൽവേലി ഹൽവ ഉണ്ടാക്കുന്നത്. അതാണ് ആ ഹൽവയ്ക്ക് ഇത്ര രുചിയെന്ന്. മധുരമുള്ള വെള്ളമാണെന്നാണ് പറയുന്നത്. താമരഭരണിയിലെ
ജലം. ഇറ്റ്സ് എ ഹോളി റിവർ പോലെ തന്നെയാണ്. ഇറ്റ്സ് എ ഹോളി റിവർ. തിരുനെൽവേലിയും ഈ പ്രദേശമൊക്കെ ഇപ്പോൾ തെങ്കാശിയാണെങ്കിലും ഇവിടെ ഈ സ്ഥലമാണെങ്കിലും ഒക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് കൃഷിയോഗ്യമായ ഫെർട്ടൈൽ ലാൻഡ് ആക്കുന്നതിൽ ക്രെഡിറ്റ് ഗോസ് ടു ഇവിടുത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗമുണ്ട്, പ്ലസ് താമരഭരണിയിലെ വെള്ളം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ജനജീവിതം സ്തംഭിക്കുന്നൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ജലമില്ലെങ്കിൽ. ജലമാണ് ഏറ്റവും വലിയ സ്വത്ത്. ഇപ്പോൾ ഒരു മഴയും കൂടി പെയ്താൽ എങ്ങനെ ഉണ്ടാവും? വാവ്, ഇറ്റ്സ് എ അങ്ങനെ ഒരു ഭയങ്കര ഒരു രസമായിരിക്കും. അപ്പോൾ ആ ഒരു വൈബ് ഒന്ന് ആലോചിച്ച് നോക്കി. മഴക്കാലമാണ്, എനി ടൈം മഴ പെയ്യാം. ഇവിടെയും ഷട്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്. ഈ വെള്ളം അങ്ങോട്ട് പോകുന്നത് ഷട്ടർ വഴിയാണ് ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ നമ്മൾ അംബാ സമുദ്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇവിടെയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഗൗരി ശങ്കർ ഹോട്ടൽ വെജിറ്റേറിയൻ ലഞ്ച് കഴിക്കാൻ കയറാം. അങ്ങനെ നമ്മൾ അംബാ സമുദ്രത്തിൻ്റെ അങ്ങോട്ട് കയറി എന്ന് പറയാം. കാരണം ഭക്ഷണം കഴിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അംബാ സമുദ്രത്തിലേക്ക് വരണം. അവിടെ അങ്ങനെ ഭയങ്കര നല്ല ഹോട്ടൽസ് ഉണ്ടായിരുന്നില്ല, മീഡിയം അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര ചാർജ്. അപ്പോൾ ഇത് ഗൗരി ശങ്കർ. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ഇത് വെജിറ്റേറിയൻ ആണ് കേട്ടോ. ഇവിടുത്തെ ഗൗരി ശങ്കർ വളരെ പഴക്കം ചെന്ന ഹോട്ടൽ. ഇവരുടെ മീൽസ് വളരെ ഫേമസ്. സാപ്പാട്. അപ്പോൾ വെജിറ്റേറിയൻ മീൽസും അതുകൂടാതെ ഇവിടെ തൈര് സാദം കിട്ടും. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം ടേസ്റ്റ് ചെയ്യാം. സാമ്പാർ സാദം, പിന്നെ വെജിറ്റബിൾ ബിരിയാണി, പിന്നെ പൊറോട്ട ചപ്പാത്തി ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ 3 കാര്യങ്ങൾ: സാമ്പാർ സാദം, തൈര് സാദം, സാപ്പാട്, 4 കാര്യം, വെജിറ്റബിൾ ബിരിയാണി, എത്രയും പറഞ്ഞു. നല്ല വിശപ്പ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും വേറെ കുറേ കാര്യങ്ങൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇത് വെണ്ടയ്ക്ക കൂട്ട പൊരിയല പൊരിയൽ വെണ്ടയ്ക്ക പൊരിയൽ, കത്തിരിക്ക പച്ചടി, കത്തിരിക്ക പച്ചടി, ചൗ കൂട്ട്, കത്തിരിക്ക പച്ചടി, വെണ്ടയ്ക്ക പൊരിയൽ. വെണ്ടയ്ക്ക ആയതുകൊണ്ടാണ് ഇച്ചിരി പൊരിയൽ കുഴഞ്ഞിരിക്കുന്നത്. വൈറ്റ് റൈസ്, പൊന്നി റൈസ്. അത് തന്നെ, പൊടി ഇട്ട് കഴിക്കും അല്ലേ? വേണം, പൊടി, നെയ്യ്. ഇത് പൊന്നി റൈസ്. തമിഴ്നാട്ടിൽ വന്നാൽ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അടിപൊളിയാണ് അവരുടെ റൈസ്. ഞാൻ കത്തിരിക്കയുടെ ഒരാളല്ല. കൊള്ളാം. പച്ചടി, ഇത് പൊടി. യെസ്, കൊഞ്ചം പൊടി, ഇത്രയും മതി അല്ലേ? ഓക്കെ, പൊടിയും നെയ്യും ഒഴിക്കും. നെയ്യ്. ഓ, നമ്മൾ പരിപ്പും നെയ്യും പപ്പടവും കഴിക്കില്ലേ, അതുപോലെയാണ് ഇവിടെ. പിന്നെ അപ്പളം കിട്ടും. അപ്പളം ഊറുക, അതായത് അച്ചാർ, ഊറുക. തൈര് സാദം, പിന്നെ അത് കഴിഞ്ഞ് സാമ്പാർ സാദം വിത്ത് അപ്പളം. പായസം. ഓ, എന്നെ പായസം ഇത് ചൗരി പാൽ പായസം. ഇത് അപ്പളം, ഇത് ചോറിന് കൂടെയുള്ള അപ്പളം. സാപ്പാടിൻ്റെ അപ്പളം. ഇതാണ് ഈ തമിഴ്നാട്ടിലെ മറ്റൊരു പ്രത്യേകത. നമ്മൾ ഈ വത്തക്കുളമ്പ്, ഓ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് പൊടിയും നെയ്യും അപ്പളവും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. പിന്നെ വത്തക്കുളമ്പും കഴിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും എത്തിക്കഴിഞ്ഞു. തൈര് സാദം, സാമ്പാർ സാദം, വെജിറ്റബിൾ ബിരിയാണി, അതിൻ്റെ കൂടെ ഒരു സാലന പോലെ, ഒരു വെജിറ്റബിൾ സാലന പോലെ, ഒരു കുറുമ പോലെ, സലാഡുണ്ട്. ഇനി ഫസ്റ്റ് തിങ് ഇതെല്ലാം ഞാൻ കഴിക്കുമെന്ന് വെച്ചാൽ ഞാൻ എല്ലാം കഴിക്കില്ല. ഇതിന് ഇച്ചിരി ഞാൻ ടേസ്റ്റ് ചെയ്യും. എൻ്റെ കൂടെ ആൾക്കാരില്ല, പക്ഷേ സാപ്പാട് കഴിക്കും. നോക്കൂ, ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് പൊടിയും നെയ്യും ചൂട് ചോറിൽ അപ്പളം കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്യാം. വാവ്. എന്നിട്ട് ആഹാ, ഇനി ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ ചൗ കൂട്ട്. അച്ചാർ, ഊരുക്ക്. ഞാൻ പൊടിയും നെയ്യും കഴിച്ചു. ഇനി സാമ്പാർ സാദം കുറച്ച്.
కొంచెం టేస్ట్ ചെയ്യട്ടെ. ഇതെല്ലാം ടേസ്റ്റിങ്ങിനാണ് സ്പെഷ്യലായിട്ട്. എല്ലാത്തിൻ്റെ കൂടെ അപ്പളം ഒരു നല്ല കോമ്പിനേഷനാണ്. കുറച്ച് അപ്പളം കൂട്ടി കഴിച്ചാൽ എല്ലാത്തിൻ്റെ കൂടെ അപ്പളം തീരും അവർ. വെരി നൈസ്. ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, അതിൻ്റെ കോമ്പിനേഷൻ കുറച്ച് സാലഡ്, ഒരു റൈത്ത പോലെ, ഉള്ളി മാത്രം, ഉള്ളി തൈര്, പിന്നെ ഒരു സാലന, ഒരു കുറുമ പോലെ, ഒരു കുറുമ എന്ന് തന്നെ പറയാം. അടിപൊളി ബിരിയാണി, അടിപൊളി. അതിൻ്റെ കുറുമ കോമ്പിനേഷനും എക്സലൻറ്റ്. ഇത് വളരെ ഫേമസ് ഹോട്ടലാണ്. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ വന്നു, ഇപ്പോൾ നമുക്ക് തിരക്ക് കൂടി. ലഞ്ച് ടൈം. വെജ് ബിരിയാണി ആണെങ്കിൽ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഫ്ലേവറാണ്. കുറച്ച് തൈര് സാദം. ഇത് ലാസ്റ്റാണ് സാധാരണ കഴിക്കുന്നത്. കുറച്ച് അച്ചാറും കൂറുക്കായ്. വാവ്, ടേസ്റ്റ്. ലാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു കൂളിംഗ് ആണ്. പക്ഷേ എനിക്കിനി വത്തക്കുളമ്പ് കഴിക്കും. ഇഞ്ചിയൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. ഇവിടെ തക്കാളി സാധമൊക്കെ കിട്ടും കേട്ടോ. ഞാൻ കൂടെ പറ്റില്ല, എനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി കുറച്ച് വത്തക്കുളമ്പ്. പിന്നെ ഒഴിക്കാൻ സാമ്പാറെല്ലാം കിട്ടും. ഞാൻ സാമ്പാർ അങ്ങനെ കഴിക്കില്ലല്ലോ ചോറിൻ്റെ കൂടെ, അത് കാരണം. പക്ഷേ സാമ്പാർ സാധനം മേടിച്ച് ടേസ്റ്റ് ചെയ്തുണ്ട്. ആഹാ, നൈസ്, വെരി നൈസ്. അതും അപ്പളം, ഇറ്റ്സ് എ ഗുഡ് കോമ്പിനേഷൻ. അപ്പളം കൂട്ടി കഴിച്ചാൽ ചോറ് കഴിക്കുന്ന അറിയില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. ഈ ചോറാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചോറാണ്. നമുക്ക് ഹെവിനെസ് വരുകയില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എല്ലാം കൂട്ടി കഴിക്കാം. ഞാൻ കഴിച്ച് തന്നിട്ട് പായസം കുടിക്കാം. കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ഗൗരീശങ്കർ ഇവിടുത്തെ. ഇത് അംബാസമുദ്രം. ഇല്ല, തിരക്കുള്ള കടയാണ്. ഇവിടുത്തെ ടിഫിനും ലഞ്ചും ഒക്കെ ഫേമസ്. അങ്ങനെ വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. ഒരു അടിപൊളി ലഞ്ചായിരുന്നു. പ്യോർ വെജാണെങ്കിൽ എന്താ ടേസ്റ്റാണ്. വയറൊക്കെ നല്ല കൂൾ. ഈ പാൽപ്പായസം വെർമിസിലി ആൻഡ് ചൗവരിയാണ്. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു മധുരത്തോടു കൂടി അവസാനിപ്പിക്കും. കൈ കഴുകിയിട്ട് ബില്ലും ചെയ്തിട്ട് ഇറങ്ങും. അങ്ങനെ അംബാസമുദ്രത്തിലെ ഫേമസ് ഹോട്ടൽ വെജിറ്റേറിയൻ ഗൗരീശങ്കറിൽ നിന്നും ഇറങ്ങുന്നു. ഇവിടുത്തെ തിരക്ക് കൂടി വരുന്നു. ഇവർക്ക് സെപ്പറേറ്റ് ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ, ചായ, ടീ സ്റ്റോളായിട്ട്. അകത്ത് മീൽസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല തിരക്കായി, നല്ല ഭക്ഷണം. അപ്പോൾ ഞാൻ വീണ്ടും ഓട്ടോയിലോട്ട് തന്നെ കയറും. നമ്മൾ അംബാസമുദ്രത്തിലേക്ക് 3 കിലോമീറ്ററേ ഉള്ളൂ. അതായത് താമരഭരണി റിവർ പോകുന്ന ആ ഭാഗത്തു നിന്നും ആ സൈഡിലാണ് ആദ്യം നമ്മൾ കല്ലടക്കുറിശി. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ 3 കിലോമീറ്റേഴ്സ് ഇങ്ങോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇത് അംബാസമുദ്രം. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ, കാരണം കുറച്ച് ലെങ്തായി ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഇനി അംബാസമുദ്രത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ